ആദ്യമായി കാണുമ്പോൾ എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒപ്പം ഉള്ളവരോട് പറഞ്ഞു, കണ്ടോടാ സിനിമാക്കാർക്ക് വരെ നമ്മളറിയാം. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള നാർഷിക്കാന്റെ മോളുടെ കല്യാണത്തിന്റെ സമയത്താണ്. അപ്പൊ സകല കലാവല്ലഭനായിട്ടുള്ള ഒരു നായകൻ പ്രയത്നിച്ച് കടന്നു വന്ന, ഇവർക്കൊക്കെ ആക്ഷൻ വിളിക്കുന്നതിന് മുന്നേ എനിക്കൊക്കെ ആക്ഷൻ വിളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഷാഫി എപ്പിക്കാട്, ഷാനും ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഷാനും, ഇതൊക്കെയാണ് ഇതിന്റെ കൂടുതൽ. അതുപോലെ ഷജീർ പപ്പ, ആ പറയുന്ന സാധനം എന്റെ മുഖത്ത് ക്യാമറ കുറെ വെച്ചിട്ടുള്ളതാണ്. അപ്പോ പിന്നെ സിബു സുകുമാരൻ, നമ്മള് ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആസ്വാദകരായി മാറി. അത് ഈ പറഞ്ഞ ബാക്കിൽ പോയി നിൽക്കേണ്ട ഒരു ഘടകമല്ല. മ്യൂസിക്കിന്റെ അകമ്പടി ഒരു സിനിമയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇവരൊക്കെ വിശ്വസിച്ച് ഒപ്പം നിന്ന് ജിതിൻ, അല്ലേ, അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് മാറ്റിക്കൊടുത്ത് സന്തോഷം പകരുന്ന, ഇപ്പം പ്രിൻസ് ഫാമിലി, അത് ആ പടം ഹിറ്റായതുപോലെ കൂടുതലൊരു വൻ ഹിറ്റായി മാറട്ടെ. പിന്നെ ലോകത്തന്നെ കൂടൽ എന്ന് പറഞ്ഞ വാക്കിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. നമ്മളെപ്പോ കുടുംബത്തെക്കുറിച്ച് കുടുംബം ഇമ്പം ഉള്ളതാന്നൊക്കെ പറയുന്ന പോലെ, സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം അത് കുടുംബക്കാരെ കൂടുമ്പോൾ പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല ചങ്ക് ബ്രോസ് ഉള്ളത് കൊണ്ടാണ്, കഴിവുകൊണ്ടല്ല. ഞാനൊന്നും ഈ ഒരു ഇൻഡിവിജ്വൽ ആൽബം മീഡിയയിൽ നമ്മളൊരു ആരെങ്കിലും എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആരെങ്കിലും കൈയടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഹൃദയം കൊണ്ട് പരസ്പരം അറിയുന്നവര് ഒരുമിച്ച് കൂടിയ കൂടൽ എന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ചങ്ക് ബ്രദർ ജലാൽ ഇതിന്റെ അവതാരകനായിട്ട്, ഈ കൂടലിന്റെ എത്രാമത്തെ പ്രൊമോഷനാണ് ജലാൽ ഇതിൽ. ഞാൻ ഒരു ദിവസം വണ്ടിയിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുമ്പം ജലാല് വീഡിയോ കോൾ വന്നു. നോക്കുമ്പോ ഒരു സംഘം മുഴുവനുണ്ട്. ബിബിൻ എന്റെ ദിൽഹേ ഫാത്തിമയിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ, നിങ്ങൾ നടക്കുന്നത് കൂടുതൽ പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ദിൽഹേ ഫാത്തിമയ്ക്ക് പ്രൊമോഷൻ കിട്ടിയെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു നല്ല തെളിയിച്ച ആക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല കലാവല്ലഭനാണ്. ഇതിൽ പാട്ട് പാടിയെങ്കിലും തോന്നില്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ നമ്മളെ അല്ല. ആ പാട്ടിന് ഷാഫി എന്നെ വിളിക്കായിരുന്നു, അത് മുടക്കി. അതുകൊണ്ട് സന്തോഷമായല്ലോ. ഏതായാലും അടിപൊളിയായിട്ടുള്ള എല്ലാ പരിപാടികളും മഹാവിജയമാണ്.